സാറ് ഒത്തിരിയധികം അതീന്ദ്രിയ അനുഭവങ്ങളിലൂടെ കടന്നു വന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. അതൊന്ന് എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി എനിക്ക് നല്ല പറയാം. നല്ലൊരു ചോദ്യമാണ്. പല ചില ചാനലുകളിലും പുസ്തകത്തിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് 8 വയസ്സുള്ളപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചാർത്ത് എന്ന് പറയുന്ന രീതിയിൽ ഒരു ചെറിയ ഹോള് അച്ഛനുണ്ടാക്കുകയാണ്. പക്ഷേ അതിന് ഈ വെഞ്ചരിപ്പെന്ന് നമ്മൾ പറയില്ല, എന്തിനത് പറയുക, ഡിവിനേഷൻ നടത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിള്ളേരോടെല്ലാം ചാർത്ത് നമ്മുടെ വീടിന്റെ സൈഡിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അതെ, ഭക്ഷണം പാകാൻ വേണ്ടിയില്ല. സത്യത്തിൽ എൻ്റെ ചേച്ചിക്ക് പ്രസവത്തിന് വേണ്ടിയിട്ടാണ് അതുണ്ടായിട്ട്. അപ്പോൾ അച്ഛൻ്റെ പെറ്റായിരുന്നു ആ ചേച്ചി, അധ്യാപികയായപ്പോൾ റിട്ടയർ ആയിട്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ ചേച്ചി നിങ്ങളാരും അങ്ങോട്ട് പോകുന്നു വേണ്ട, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് ബോധർ ചെയ്തു. വീട്ടിലൊത്തിരി പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ കളിച്ച് നടന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴും ഞാൻ അവിടെ പോയി കിടന്നു. ഞാൻ തെക്കോട്ട് തലചേച്ച കിടക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എഴുതുമ്പോഴത്തേക്കും വളരെ മധുരിതമായ ഒരു ശബ്ദം ഈ ഗ്രൗണ്ടിൽ നിന്ന് വരികയാണ്. സമയം ഉദ്ദേശം ഒരു 2:30 മണി 3 മണിയായിരിക്കും. വേനൽക്കാല അവധിയായിരുന്നു. ഈ ട്രംപറ്റ് ഊതുന്ന പോലെ ഒരു ശബ്ദമാണ് എനിക്ക് കിട്ടിയത്. അതോടൊപ്പം ആരെയോ ഉണർത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കിടക്കാൻ പറയുന്ന പോലെയുള്ള ഈ 3 ശബ്ദം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് വളരെ തങ്ങി നിൽക്കുന്ന ഒരു ശബ്ദം. എത്ര വയസ്സിലെ സാറിന് എത്ര വയസ്സുള്ളപ്പോഴാണ്? എനിക്കൊരു പക്ഷേങ്കിൽ ഒരു 8 വയസ്സ് അല്ലെ 10 വയസ്സേ പ്രായമുള്ളൂ. ഞാനൊരു പയ്യൻസായിരുന്നു അന്ന്. ഓടി നടന്നിരുന്ന കാലം, വേനൽക്കാല അവധി. പറയാനാണെങ്കിൽ ഇതൊരു 1960 61 ആയിരിക്കണം. ചൈനീസ് വാറിന് മുമ്പായിരുന്നു. അപ്പം അത് കഴിച്ചപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഗ്രൗണ്ടിൽ നിന്ന് എങ്ങനെ ശബ്ദം വരാൻ പറ്റും? അതും മനുഷ്യൻ്റെ ശബ്ദമാണെന്ന് ഞാൻ കേട്ടത്. പക്ഷെ ഒരു പ്രായമായ സ്ത്രീയുടെ ശബ്ദമായിരുന്നു. ആ സ്ത്രീയുടെ ശബ്ദമായിരുന്നു അതെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിദേശത്ത് വെസ്റ്റ് ആഫ്രിക്ക ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച്, ഞാനിപ്പോൾ ചെയ്തതൊരു കുറ്റമായതുകൊണ്ട് ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയോടും പറഞ്ഞിട്ടില്ല, അച്ഛനോടും പറഞ്ഞിട്ട്. അന്നത്തെ കാലത്ത് അന്ധവിശ്വാസമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതൊക്കെ കേട്ടാൽ മതി വീട്ടിലുള്ളവർ മുഴുവൻ രാത്രിയിൽ ഭയപ്പെടാനായിട്ടുള്ളത്. പക്ഷേ ചേച്ചി വന്നു, പ്രസവമൊക്കെ കഴിഞ്ഞു, ചേച്ചി തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവം ഉണ്ടായതിന് ശേഷം പിന്നീടാണ് എനിക്കിത് മനസ്സിലായി. എൻ്റെ അബോധ മനസ്സിനെ ഉണർത്തുകയാണ് ചെയ്ത് ഈ സ്പിരിറ്റ്. ഇങ്ങനെയൊരു ശബ്ദം വന്നതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യമുണ്ട്. നമുക്ക് ബോധമനസ്സ്, ബോധാവസ്ഥ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, അബോധാവസ്ഥ, തുര്യാവസ്ഥ, ഇങ്ങനെ അനേകം മെൻ്റൽ ലെവൽസ് ഉണ്ട്. അപൂർവം ചിലർക്ക് മാത്രം ഈ അബോധ മനസ്സുമായിട്ട് സ്പിരിറ്റ് ടച്ച് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ചക്രകുണ്ടലിനി വികാസവും ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആർക്ക് വേണ്ടത് എന്നെ ഒന്ന് തിരുത്തി പറയാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ച് ലീവിന് നാട്ടിൽ വന്നു. എൻ്റെ സഹോദരനുണ്ട്, റെയിൽവേ മാസ്റ്ററാണ്. അപ്പോൾ എൻ്റെ സഹോദരനോട് ഞാൻ ചോദിച്ചു, ഇത് ഇങ്ങനെയൊരു സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്, ഞാനിത് ആരോടും ഇതുവരെ പറയാതിരിക്കുക. ഉടനെ അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കും ഇത് തന്നെ സംഭവിച്ചു, ഞാൻ ആ മുറിയിൽ പോയി കിടന്നിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ കൊച്ചേച്ചിയുടെ പ്രശ്നം അതല്ല, കൊച്ചേച്ചിയുടെ പ്രസവ സമയത്തൊന്നും അല്ലായിരുന്നു, പിന്നീട് ഒരു ദിവസമാണ്, അവന് കുറച്ചുകൂടെ പ്രായമായ സമയത്താണ് ഇങ്ങനെയൊരു ശബ്ദം ഇതേ രീതിയിൽ അവനും കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ്? ഇതങ്ങനെ എൻ്റെ മനസ്സിൽ കിടന്നു. അപ്പം ഞാനിങ്ങനെ പിന്നീട് ഞാൻ വിദേശത്തേക്ക് പോവുകയും, ഞാൻ അവിടെ അധ്യാപനമായിരുന്നു പണി, ഞാൻ സയൻസായിരുന്നു പഠിപ്പിച്ചത്. എനിക്ക് നല്ല ലാബറട്ടറി ഒക്കെ ഉണ്ടായിരുന്നു ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഞാൻ വളരെ ഫ്രീ ആയിട്ട്, എനിക്ക് എല്ലാ സർവ്വസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ +2 ലെവലിലുള്ള ലാബറട്ടറിയാണ്, പല കാര്യങ്ങളും നമുക്കവിടെ ചെയ്യാനൊക്കും. അപ്പോൾ എനിക്കന്നൊരു വിചാരമുണ്ട്, ഈ സയൻസ് മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ, അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ പക്ഷേ എനിക്കൊരു സംശയം ഇങ്ങനെ കിടക്കും. ഇതാണ് എനിക്ക് ആദ്യമായിട്ടുണ്ടായത്. ദൈവവിശ്വാസിയായിരുന്ന സമയത്ത് ഇല്ലായിരുന്നു, എനിക്ക് ദൈവവിശ്വാസം. ഐ നെവർ ബിലീവ്ഡ് ഇൻ ഗോഡ്. ഇന്നിപ്പോൾ ഞാൻ തികഞ്ഞ ഒരു ദൈവവിശ്വാസിയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത് നിരസിക്കാൻ പറ്റുകയില്ലാത്ത തെളിവുകൾ എൻ്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഇന്ദ്രിയാതീത ആയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ വി ആർ കൃഷ്ണയ്യരുടെ
പുസ്തകം വായിക്കുകയുണ്ടായി. ഡെത്ത് ആൻഡ് ആഫ്റ്റർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഡെത്ത് ആൻഡ് ആഫ്റ്റർ. ഇത് 2005 കാലഘട്ടങ്ങളിലായിരിക്കണം എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന എന്ന് പറഞ്ഞ് ഒരു ചാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺസ്റ്റൻറ്റൈൻ റൗഡീഫ് എന്ന് പറയുന്ന ഒരാൾ ഏതാണ്ട് 10,000 ശബ്ദശകലങ്ങൾ റെക്കോർഡ് ചെയ്തു ടേപ്പ് റെക്കോർഡർ. ഇത്തരത്തിലുള്ള ഭൂമിയുടെ സർഫസിൽ നിന്നൊക്കെ അന്തരീക്ഷത്തിൽ നിന്നും റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങളാണ് ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന. അപ്പോൾ അത് റേഡിയോ ശബ്ദങ്ങളല്ല, കാരണം ടേപ്പ് റെക്കോർഡറാണത് റെക്കോർഡ് ചെയ്യുന്നത്. ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തിച്ച് പോവും, പിറ്റേ ദിവസം വന്ന് ഓൺ ചെയ്തിട്ട് അത് റിവേഴ്സായിട്ട് കളിക്കുമ്പോഴാണ് EVP ശബ്ദം കിട്ടുന്നത്. ഇതൊക്കെ ജംഗിൾഡ് ശബ്ദങ്ങളാണ്, ആരാണ്ടൊക്കെ വിസ്പർ ചെയ്യുന്ന പോലുള്ള ശബ്ദങ്ങളാണ്. ഇത് 3 തരത്തിൽ അവർ തിരിച്ചു: ക്ലിയർ സൗണ്ട്സ്, നോട്ട് സോ ക്ലിയർ സൗണ്ട്സ്, അൺക്ലിയർ സൗണ്ട്സ്. ഇങ്ങനെ 3 ഈ സ്വകാര്യം പറയുന്ന പോലെയുള്ളതാണ്. പിന്നീട് ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന ഞാൻ മനസ്സിലാക്കിയത് 120 വർഷത്തെ ഗവേഷണ പാരമ്പര്യമാണ് ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കുടുംബത്തിൽ ആ തറവാട്ടിൽ ഏതോ ഒരു സ്ത്രീ മരണപ്പെട്ടിരുന്നു. അവരുടെ ജീവന് ഉന്നത ലോകങ്ങളിലേക്ക് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം. ഇപ്പോൾ അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നുമില്ല. അവർക്ക് പിന്നീട് മോചനം കിട്ടിക്കാണും, അവർ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഇന്ദ്രിയാതീതമായ അനുഭവം. അനേക ഇന്ദ്രിയാതീത അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. മറ്റു പലർക്കൊക്കെ ഉണ്ടായത് വെച്ച് നോക്കുമ്പോൾ എൻ്റേത് വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീടുണ്ടായത് വെസ്റ്റ് ആഫ്രിക്കയിൽ തന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് ബൈ പറഞ്ഞു പോയതുകൊണ്ട് എൻ്റെ മൂത്ത സഹോദരൻ, അത് സത്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഗവേഷണം മുഴുവൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ പോയി എന്ന് അറിയാനായിട്ടൊരു വലിയ ആകാംക്ഷ ഇങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ അനുഭവം വെസ്റ്റ് ആഫ്രിക്ക ഉണ്ടായിരുന്നപ്പോഴത്തേക്കും എൻ്റെ ബ്രദറുമായിട്ട് ഒരു ലാൻഡ് ഡീലൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട്, നീ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയൊക്കെ ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഫാമിലി വക പ്രോപ്പർട്ടിയാണത്. അപ്പോൾ അവിടെ ബിൽഡിങ് പണിയണമെന്നൊക്കെ എല്ലാവർക്കും വലിയ ആഗ്രഹമാണ്. അതൊക്കെ ആയിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് 38 വയസ്സായിരുന്നു പ്രായം. ആക്സിഡൻ്റായി മരിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഈ സ്വപ്നത്തിൽ ഞാൻ കാണുന്ന ഒരു ഫ്യൂണറൽ പയറാണ്. ഫ്യൂണറൽ പയർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ശ്മശാനത്തിൽ തീ ഇങ്ങനെ ആളിക്കത്തുന്ന സമയമാണ്. അപ്പോൾ തീ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ അതിന് ചുറ്റുമുണ്ട്, വൃക്ഷങ്ങളുണ്ട്. ആരുടെയും മുഖം തിരിച്ചറിയാൻ സാധിക്കുന്നുമില്ല. എന്നെ വളരെ ഡിസ്റ്റർബ് ചെയ്തു. എനിക്ക് പോകാനും പറ്റിയില്ല, കാരണം എനിക്ക് ടെലഗ്രാം കിട്ടി, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ബ്രദർ ഡൈഡ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നിർവാഹമില്ല, കാരണം ഞാൻ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് തിരിച്ചങ്ങ് പോയതേ ഉള്ളൂ. അപ്പോൾ 21 മന്ത്സ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ. പരീക്ഷ സംബന്ധിച്ച് ധാരാളം ഉത്തരവാദിത്വമുണ്ട്. 18 സ്റ്റുഡൻസിനെ പബ്ലിക് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ സയൻറ്റിസ്റ്റായിട്ട് എൻജിനീയർമാരൊക്കെ ആയിട്ട് +2 ലെവലിൽ വലിയ ആകാംക്ഷയോടെ കൂടി ഇരിക്കുന്ന ഒരു സമയമാണ്. ഒത്തിരിയും പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തി അവരുടെ റെക്കോർഡുകളൊക്കെ സൈൻ ചെയ്യാൻ അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ പോയില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്വപ്നം നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നു. ഞാനിവിടെ നാട്ടിൽ തിരിച്ചു വന്നു 2000 കാലഘട്ടങ്ങളിൽ. ഇവിടെ വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ മദറിലോ അങ്ങ് മരിച്ചുപോയി. ഞാൻ ഈ മദറിലോ മരിച്ച സമയത്ത് അവിടെ ചെല്ലുമ്പം ഞാൻ ഏത് സീനാണോ സ്വപ്നത്തിൽ കണ്ടത് അതേ സീനാണ് അവിടെ സംഭവിക്കുന്നത്. ആ സെയിം ജ്വാലകൾ അതേ രീതിയിൽ, അതേ പൊക്കത്തിൽ, ചുറ്റും അതേ വൃക്ഷങ്ങൾ. ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ പരിചയമില്ലാത്ത പള്ളി. എൻ്റെ കുറച്ച് ബന്ധുക്കളുണ്ട് മദറിൽ. അവർ പ്രായമായ ഒരു സ്ത്രീയായിരുന്നു, വളരെ പ്രായമായി, നാച്ചുറലായിട്ട് ഡൈ ചെയ്ത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ സിസ്റ്ററിനോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇതേ സ്ഥലത്താണ് താങ്കളുടെ ബ്രദറിനെയും ക്രിമേറ്റ് ചെയ്ത് അതേ ചിത തന്നെയാണ് ഇവിടെയും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കോമ്പൗണ്ടിലാണ്, വീടിൻ്റെ കോമ്പൗണ്ടിലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത് എന്നെ സംബന്ധിച്ച് ഒരു രണ്ടാമത്തെ അനുഭവമായിരുന്നു. പക്ഷേ ഈ സീനറി വന്ന് കണ്ട് ഞാൻ സാക്ഷ്യപ്പെട്ടതിന് ശേഷം പിന്നീട് ഒരിക്കലും എനിക്ക് ഈ സ്വപ്നം ഉണ്ടായിട്ടില്ല. പിന്നീട് അത് സംബന്ധിച്ചുള്ള ഒരു മെമ്മറിയും കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഇത് എൻ്റെ പുസ്തകം മരണാനന്തര ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ ആദ്യത്തെ ചാപ്റ്ററിലോ മറ്റേ സവിസ്തരം കൊടുത്തിട്ടുള്ള അത് ചോദ്യം തന്നെയാണ് റിയൂ എന്നോട് ചോദിച്ചത്.
നമസ്കാരം. അതിലുപരി ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു ബുക്ക് ഇനാഗ്രേഷൻ്റെ വേളയിൽ എനിക്കും പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. നിങ്ങളുടെ രഹസ്യം എൻ്റേതും. സർ, ഇറ്റ്സ് എൻ അമേസിംഗ് ബുക്ക്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന ക്രെഡൻഷ്യൽസ് ഇറ്റ്സ് എൻ പ്രൈസ്ലെസ്, വിലമതിക്കാനാകാത്തതാണ്. താങ്ക് യു വെരി മച്ച്.